Hey guys, travel taking my show. Welcome to you all. It's me, the Chiran. Welcome back. അപ്പോൾ guys, ഞാനേ ഇന്നൊരു വ്യത്യസ്തമായ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് മാംഗ്ലൂർ പോവാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം പോണ പോലെ എന്താ പറയുക, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്, നിങ്ങൾക്ക് തെറ്റി. അപ്പം നാട്ടിൽ പോയിട്ടുണ്ട്, യോജിപ്പിട്ടിട്ടില്ല ഐസിപ്പിട്ടുണ്ട്. അപ്പം നാട്ടിൽ പോയിട്ടുണ്ട്. നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്കമാലി പോയിട്ടുണ്ട്. അപ്പൻ്റെ ഒരു എന്തൊരു കാര്യം, നമ്മുടെ സ്ഥലത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ അപ്പം നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോഴേ അപ്പനിന്ന് വരുന്നുണ്ട്. ഇത് മാംഗ്ലൂർ മറ്റേ ഏർനാട് എക്സ്പ്രസ്സിന് വൈകിട്ട് 5 മണിക്ക് മാംഗ്ലൂർ സെൻറ്ററിൽ എത്തുന്നത്. സോ അപ്പം പറഞ്ഞു, എടാ ഞാൻ അവിടെ ഒറ്റയ്ക്കുള്ളൂ, നീ എന്തായാലും മാംഗ്ലൂരിലേക്ക് വാ, കാർ അവിടെ ഉണ്ടല്ലോ, അപ്പം കാറും കൊണ്ടാണ് പോയിക്കണത്, അവിടേക്ക് വാ. പിന്നെ അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കസിൻ്റെ വീട്ടിലാണ് കാർ ഇട്ടേക്കണത്. സോ അവിടെ പോയിട്ട് കാർ എടുത്തുകൊണ്ട് വന്ന് മാംഗ്ലൂർ സെൻറ്ററിൽ വന്നിട്ട് കസിൻ്റെ വീടുള്ളത് പറഞ്ഞില്ലല്ലോ, ടോക്കുട്ടു എനിക്ക് അറിഞ്ഞൂടാ കൃത്യമായിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കസിൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കാർ എടുക്കണം, പിന്നെ മാംഗ്ലൂർ സെൻറ്ററിൽ നിന്ന് അപ്പനെ കാണണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടില്ല ആദ്യം അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുമല്ലോ എനിക്കൊന്നും അറിയാൻ പാടില്ല, പക്ഷെ എന്നാലും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താഴ്ക്കാൻ പാ. അമ്മയുടെ മോന്ത ഇങ്ങനെ ഇരിക്കണ് ഒരുമാതിരി ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഇത് കണ്ടിട്ട് ആരും ഒന്ന് വിസ്മയിക്കരുത്, അല്ല വിസ്മതിക്കരുത്. അതെ, അപ്പോൾ ഇതിന് ചെറുക്കനെ എടുക്കണില്ല. ഇന്ന് ഞാൻ പോണത് ബസ്സിലാണ് കേട്ടോ. ബസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ എത്ര മണിക്കാണ് ബസ്സുള്ളതെന്ന്. പിന്നെ ഡിലീറ്റ് ചെയ്തോ? ഇല്ല, ഇട്ടുണ്ട്. അമ്മയ്ക്ക് ടാബൊക്കെ എടുത്ത് നോക്ക്. എനിക്കൊരു ചാനലിന്റെ, എന്റെ ചാനലിന്റെ പേരറിയോ? ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബ്. അമ്മയ്ക്ക് എന്തിനാ ആദ്യം സപ്പോർട്ട് കൊടുക്കാം, നമുക്ക് വേറെ മൊബൈൽ മേടിച്ചാൽ അപ്പോൾ ശരിയായിക്കോളൂ. ബാക്കിൽ എൻ്റെ കുളം കാണാം. അപ്പോൾ അത് ഓക്കെ ശരി, ബാക്കി ഓക്കെ. അപ്പോൾ അത് ഇതുവഴി നമുക്ക് എൻ്റെ കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. സംഭവം എന്ന് പറയാം, അതൊന്നും വേണ്ട, സൗത്തേക്കല്ല അല്ലേ. ഓക്കെ, നോക്കൂ, ഇത് നമ്മുടെ റബ്ബറാണ്. റബ്ബറിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റബ്ബറാണ്. ഇതെൻ്റെ കൊച്ചപ്പൻ്റെയാണ്. കൊച്ചപ്പൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. ഇവിടെ ഫുള്ള് നമ്മുടെ ബൗണ്ടറിയാണ് ഗൈസ്. സോ അവിടെ വാഴക്കൊലയൊക്കെ വെട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ പണിയെടുത്തിട്ട് നമുക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും എൻ്റെ കെയർ ഓഫിലുള്ള കാര്യങ്ങളല്ല ഗൈസ്. ഇടപെടാൻ പറ്റില്ല, വേണ്ടി നോക്കാം, ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ കൊച്ചപ്പൻ്റെ വീട്. പുള്ളിയുടെ അടുത്ത് പോയിട്ടേ നമുക്ക് ബൈക്കിൽ ടൗൺ വരെ ഒന്ന് കുന്നുകൂടാൻ പറയാം. അവിടെ നിന്ന് മാംഗ്ലൂർ ബസ് പിടിക്കണം. ഉടുപ്പി പോയിട്ടാണ് നമ്മൾ മാംഗ്ലൂർ പോകുന്നത്. കാരണം ഇപ്പോൾ ഡയറക്റ്റ് മാംഗ്ലൂരിലേക്ക് ബസ്സില്ല, ഉണ്ടെങ്കിൽ തന്നെ 6-7 മണിക്കൂർ എടുക്കുക സംഭവം മാംഗ്ലൂർ എത്തണമെങ്കിൽ. പിന്നെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അതെ, ഇതാണ് കൊല കുത്തുന്നു. അപ്പോൾ ഇത്രയും കൊല ഉണ്ടായിരുന്നല്ലേ, ഒരു വണ്ടിക്കുള്ള കൊല ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലാസ്റ്റിലത്തെ കൊല വെട്ടെല്ലാം തോന്നുന്നു കഴിയാറായി. അപ്പം ഞാൻ ഉടുപ്പി പോകണം. ഉടുപ്പി പോയി അവിടെ നിന്ന് പിന്നെ മാംഗ്ലൂരിലേക്ക് എന്താ പറയുക, ബസ് പിടിക്കണം, അങ്ങനെ പോകണം കേട്ടോ. നമ്മുടെ ഏലിയാസ് കുട്ടൻ അവിടെ ഉണ്ടല്ലോ. ഹലോ മിസ്റ്റർ ഏലിയാസ് കുട്ടൻ. അടിപൊളി ഗൈസ്. നോക്കൂ, ഇവിടെ മൊത്തം സ്പ്രിങ്ക്ലർ ഇട്ട് വഴി മുടിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതിന് ഏത് വഴിഞ്ഞ് പോവും? അല്ലെങ്കിൽ സ്തോത്രം, നമുക്കിനി കറങ്ങി പോവാം, അതേ ഉള്ളു വഴി. ആരാ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏലിയാസും ഗൈസ്, ഇത് വന്നേ നമ്മുടെ തറവാട് വീട് ഗൈസ്. ഇപ്പോഴത്തെ പൊളിഞ്ഞ് പണ്ടിറങ്ങിപ്പോയി. പൊളിഞ്ഞതല്ല, പൊളിച്ചതാണ്. ഞാനൊക്കെ ജനിച്ച് വളർന്ന വീടാണ് ഗൈസ്. ഇവിടെയൊക്കെ എന്താ വൈബാറെന്ന് പറയാം. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല സ്ഥലമായിരുന്നു. ഇവിടെ ചുറ്റും മരമൊക്കെ ഉണ്ടായിരുന്നു. മരമൊക്കെ പോയി ഇപ്പോൾ ഫുള്ള് അടയ്ക്കാത്ത തെങ്ങെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ടോ. ലേറ്റ് ഇപ്പോൾ തന്നെ ബസ് കിട്ടുമെന്നുള്ള കാര്യം എനിക്കെന്നെ അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോവാം. കൊച്ചുപോ ഞാനേ സിംസയിൽ വണ്ടി നിർത്തി. എനിക്കറിയാവുന്നൊരു വീടാണ്, എൻ്റെ റിലേഷൻ്റെ വീടാണ്, ചേട്ടൻ്റെ വീടാണ് ചുരുക്കം പറഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബൈക്കിൽ തന്നെ വന്നു. ഞാൻ പറയാൻ വിട്ടുപോയി, അവർ ബിസി ആയിരുന്നു കേട്ടോ, പറമ്പിലായിരുന്നു. സോ അതുകൊണ്ട് വിളിക്കാനൊന്നും പോയില്ല. ഞാൻ എൻ്റെ വണ്ടി എടുത്തു, നേരെ വന്നു ഇവിടെ വെച്ചു കേട്ടോ.
അപ്പോൾ വന്ന വഴിക്ക് തന്നെ എൻ്റെ ബസ് തന്നെ ഉണ്ട്, മാംഗ്ലൂർ വണ്ടി. സോ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വന്ന് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നു. നോക്കൂ, നല്ല മഴക്കോളുള്ള സാധ്യതയുണ്ട്. നല്ല ഫുള്ള് മൂടിക്കെട്ടലാണ്. മാംഗ്ലൂർ വണ്ടിയാണ്. ഇതിപ്പോൾ എന്ന് എത്തിക്കുമോ എപ്പോൾ എത്തിക്കുമോ എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്കൊരു 4 മണിക്കായപ്പോൾ എത്തിക്കാൻ മതിയായിരുന്നു. നല്ല രസമായിരിക്കും. കാരണം എനിക്ക് വണ്ടി എടുത്ത് നടക്കണം ചിറ്റാലോ. ദാറ്റ്സ് മൈ ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. ഇത് ഇസുസു പറഞ്ഞ പോകണം. നോക്കൂ, മുത്തിങ്കൊപ്പത്തെ വണ്ടിയാണ്. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കാരണം ബസ് വന്നിട്ടോ. ഇത് മാംഗ്ലൂരിൽ എത്ര മണിക്ക് എത്തിക്കും എന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ല. സോറി. കാഴ്ചകളാണ് മാംഗ്ലൂർ പോവുക, അത്രേ ഉള്ളൂ. പുതിയ ബസ്സാണ്, ജയരാജൻ്റെ ബസ്സാണ്. മിക്കവാറും 4 മണിയാകുമ്പോൾ എത്താൻ സാധ്യതയുണ്ട്. പള്ളിക്കേടി ഗൈസ് 4 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തുന്നില്ല. കറങ്ങലൊന്നും നടക്കില്ല. ക്യാമറ ಅಲ್ಲ ನಾನು ಫಸ್ಟ್ ಈ ರೂಟ್ ಹೋಗ್ತಿರೋದು. ಅಜ್ಜಿನ ಸವಾಸ ಆಗಿದೆ ನೋಡ್ರಿ. അപ്പൻ വന്നവിടെ കാത്തിരിക്കേണ്ടവരെ എല്ലാം 1 മണിക്കൂർ അടിപൊളി. നല്ല തെറിയൊക്കെ സാധ്യതയുണ്ട്. അപ്പൻ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടില്ല. നമുക്കൊരു പണിയാണ്. എവിടെയെങ്കിലും മാറി കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ പോയി പെട്ടെന്ന് മാറി കയറി പെട്ടെന്ന് പോവാം. ഉടുപ്പി പോയായിരുന്നെങ്കിലേ ഉടുപ്പിൽ നിന്ന് വേറെ ബസ് കിട്ടിയത് നേരത്തെ എത്തിയേനെ. എനിക്ക് തോന്നുന്നു ഒരു 4 മണി ഉള്ളിൽ എത്തേണ്ടതായിരുന്നു, പക്ഷെ എത്തിയില്ല. ഇത് 6 മണിയാവും എത്തുമ്പോൾ. അപ്പൻ്റെ ട്രെയിൻ മറ്റേ എറണാകുളം എക്സ്പ്രസ് അത് തന്നെ 5 മണിയാകുമ്പോൾ മാംഗ്ലൂർ സെൻറ്ററിലെത്തും. പക്ഷെ എനിക്ക് അവിടെ നേരത്തെ പറഞ്ഞ കസിൻ്റെ വീട്ടിൽ പോയിട്ട് വേണം വണ്ടി എടുത്തുകൊണ്ട് തന്നെ അപ്പനെ പിക്ക് ചെയ്യാം. ഇപ്പം അപ്പം പോയിട്ട് വണ്ടി എടുത്ത് എന്നെ പിക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അടിപൊളി, നല്ല പണിയാണ് കിട്ടിയത്. എറണാകുളത്തിൽ ഇനിയും വേറെ ബസ് പിടിക്കാൻ പോയി ചിലപ്പോൾ ഇനിയും ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ബസ്സൊന്നും മാറിയില്ല. ഞാൻ നല്ലൊരു ഉറക്കമുറങ്ങി. ബാലന്നൂർ എത്തി. 30 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തേക്കുള്ള റീല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോറി, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി. ശരി മൂസ ദിവസമായിരിക്കും. Upload. Okay. നെറ്റ്വർക്ക് കുറച്ച് കുറവാണല്ലോ ഇവിടെ. ടൈം എടുക്കും തോന്നുന്നു അപ്ലോഡാണ്.
പിന്നെ സുഹൃത്തുക്കളെ ഇമാതിരി ശരിക്കൊരു അക്കടി എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റാനില്ല. സമയം നോക്കിയാൽ 4:30. കാർക്കള എത്തിയിട്ടുള്ളൂ. കാലത്ത് 11:30 11:45 കണ്ടാണ് വണ്ടി കയറിയത്. ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ. 6 മണിയാവും മംഗളാരം ചെല്ലുമ്പോൾ. ഇതൊരു തെറി പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഞാൻ പച്ച തെറി പറഞ്ഞതിനെ കൊല്ലും. എനിക്ക് എന്തൊരു സുഖിടാന്ന് എനിക്കിതിൻ്റെ കയറേണ്ടത്. ഒറ്റയ്ക്ക് ഞാൻ അതിനകത്ത് കിടന്ന് പുഴുങ്ങാണ്. കയറിപ്പോയില്ലേ, കാശ് കൊടുത്ത് പോയില്ലേ, അനുഭവിക്കും. ഞാൻ മംഗളാപുരം പോയി ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചിരുന്നതാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇത് കാർക്കളയിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിക്കാം. ഇതിപ്പോൾ എത്ര മിനിറ്റ് നിർത്തുന്നുണ്ടോ പറഞ്ഞൂടെ. പിന്നെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊരു വിഷാദമായ കാര്യം പറയാനുണ്ട്. 4:43 ജസ്റ്റ് ഒന്ന് വെള്ളം മേടിക്കാൻ വേണ്ടി ഞാൻ ഈ കടയിലേക്ക് ഒന്ന് കയറിയതാട്ടോ. അവിടെ പോയി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ബസ് സ്റ്റാർട്ട് ചെയ്ത ഒരൊറ്റ പോക്കായിരുന്നു. എൻ്റെ അവസ്ഥ ഇപ്പോൾ പെരുവഴിയില്ല. 6 മണിക്ക് എത്തുന്നത് വെച്ചെങ്കിലും വിചാരിച്ചു. ഇപ്പോൾ 7 മണിയായാലും ബാംഗ്ലൂർ എത്തില്ലെന്ന് തോന്നുന്നു. ഈ ബസ്സായിരിക്കുമോ? അപ്പോൾ ഞാനവിടെ നിന്ന് കണ്ടക്ടറോടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ബസ് ഇവിടെ വരും, കാർക്കള മൂടുബിദ്രി മംഗളൂർ ആയി തന്നെയാടാ. അങ്ങനെ എന്നാലും ഇങ്ങനത്തെ ഒരു കിടദോസ്കി പണി എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ബസ് എപ്പോഴും സ്റ്റാർട്ടായെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ അവിടെ പോയി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ബസ് ഒരൊറ്റ പോക്കാറും തേങ്ങ. ഇന്ന് ആരാമോ കണ്ടോണ്ടാണോ ഞാൻ എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ പണിയായിരുന്നു എൻ്റെ വീട്ടിൽ. ഇവിടെ എങ്ങനെ ഇരിക്കാം. ഇനി മംഗളാപുരം എപ്പോഴും വരും. ഞാൻ പിടി വിട്ടില്ല. ഇന്ന് ആരുടെ മുഖം കണ്ടോ ശരിക്കും ഇങ്ങനെ എൻ്റെ കാലത്ത് എണ്ണാറപ്പുറം വന്നപ്പോൾ കിട്ടിയ ബസ്സിന് കയറി നാട് മൊത്തം ചുറ്റിച്ച് കാർക്കളെ കൊണ്ട് അവൻ വിട്ടുകൊണ്ട് പോയി. ഇവിടെ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവനോട്ട് പെട്ടെന്ന് നോക്കി എന്നെ കളഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു. ഇനി എന്തൊക്കെ കാണാൻ കിടപ്പുണ്ടോ എന്തോ ദൈവമേ. ഇന്ന് മൊത്തം അബദ്ധങ്ങളാണല്ലോ ദൈവമേ. ആരോടും പറയത്തിട്ടാ നടക്കണം. ഞാൻ വണ്ടിയോട് ഇതെങ്കിലും മിസ്സാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. മംഗളാപുരമായിട്ട് ചുറ്റിക്കറങ്ങാൻ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാം മൺപാറടങ്ങിപ്പോയി. ഇത് ഇപ്പം തന്നെ സമയത്ത് 5 മണി. അപ്പൻ്റെ ട്രെയിൻ ഇപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാണും. ഇനി പപ്പൻ പോകാത്തെറി ചെയ്തു. നല്ല കാര്യം, എന്തൊരു സമാധാനം. ഗൈസ് അങ്ങനെ കദ്രിയിലെത്തി. മാംഗ്ലൂർ വൈകിട്ട് 6:30 എത്തി കേട്ടാ. ഇവിടെ നിർത്താവുണ്ട്. അവിടെ ഒരു കണക്കിന് എത്തിട്ടാ. വേറെ എത്തിയെന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു 1.5 എത്തലാണ്. സമയം നോക്കി, വെളുപ്പിന് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 അല്ല 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 6 മണി. വെറുതെ അല്ല കേട്ടോ ഈ ബസ് യാത്ര. മനുഷ്യനെ സമയവും പോവും, അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ആകെ ഡൗണായി. പിന്നെ വേറെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ ശരിക്കും ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. അതേസമയം എൻ്റെ അഭിപ്രായത്തിലേ ബൈക്ക് തന്നെ ബെറ്റർ. ഞാനിപ്പോഴേ കഴിഞ്ഞ 2-3 പ്രാവശ്യം മാംഗ്ലൂർ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പോയിട്ട് വന്നതെന്ന്.
അതിൻ്റെ സീക്രട്ട് അവരെന്താ ഇങ്ങനെ ചോദിക്കണം എന്നുള്ളതിൻ്റെ മറ്റേ മറുപടി ഉത്തരം എനിക്കിപ്പോൾ കിട്ടി കേട്ടോ. ബസ്സിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 6 തൊട്ട് 7 മണിക്കൂർ വേണം. പക്ഷേ എനിക്ക് ബൈക്കിൽ 2 മണിക്കൂർ മതി. കൂടി പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ഞാൻ എത്തിയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഖദ്രി സർക്കിളിലാണ്. അമ്പോ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാമല്ലേ? ഏത് സ്ഥലമാവോ അവരത്? അപ്പോൾ അത് ഗസ് നോക്കൂ, ഞാൻ ഖദ്രി സർക്കിളിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലി കൊച്ചി റോഡാണിത്. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പനെ വിളിച്ചിട്ട് പറയണം ഞാനിപ്പോൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പനെവിടെ ഇവിടെ ഇഷ്ടം പോലെ ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓക്കെ. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അപ്പം വരുന്നതായിരിക്കും. ഇവിടെ ലൈറ്റ് മൊത്തം കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യണത്. അപ്പോൾ നേരത്തെ 6 മണിക്ക് അമ്മോ ചിമുട്ടും സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെയാണ് ഈ ട്രാഫിക് സിഗ്നൽസും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മേളിൽ കാണുന്ന ട്രാഫിക് സിഗ്നൽസ് അവിടെ വരണമുണ്ട്, അപ്പുറത്തെ എല്ലാ സൈഡിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കണില്ല. 4 സൈഡിലും 4 പോലീസുകാരെ വെച്ചിട്ടാണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. ഈ പാതിരാത്രി ആ പോലീസുകാരുടെ കയ്യിലാണെങ്കിൽ മറ്റേ ലൈറ്റൊന്നുമില്ല ഇൻഡിക്കേഷന്. പുള്ളി മറ്റേ കൈ വെച്ചിട്ടാണ് ഫുള്ള് സിഗ്നൽസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും മറ്റേ വണ്ടികൾ കൂടിയ സ്ഥലത്ത് പോലീസുകാരെ വെച്ച് മാത്രം ഇങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്? എൻ്റെ സീക്രട്ടാണ്. ഇതെന്താ ഈ സംഭവം ഒരു വർക്കിംഗ് അല്ലായിരിക്കുമോ? എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണം. ഇത് ഖദ്രിയാണ്, ഖദ്രി സർക്കിളാണ്. അങ്ങനെ വല്ലതും ആയിരിക്കണം അല്ലേ? ആയിരിക്കുള്ളൂ. പക്ഷെ എന്തായാലും സമ്മതിക്കണം. എന്തോരം വണ്ടി സെക്കൻഡിലൊരു 20 തൊട്ട് 30 വണ്ടി വരെയും കടന്നു പോകും ഒരു സെക്കൻഡിൽ. ദേ അവിടെ ഒരു പോലീസുകാരൻ, അപ്പുറത്തൊരു പോലീസുകാരൻ, ദേ ഇവിടെ ഒരു പോലീസുകാരൻ. 4 സൈഡിലും 4 പോലീസുകാരനുണ്ട് കേട്ടോ. 4 പേര് ഒന്നിച്ച് നിന്നുകൊണ്ടാണ് കൺട്രോൾ ചെയ്യണം. ഈ പോലീസുകാരൻ അപ്പുറത്തെ പോലീസുകാരൻ സിഗ്നൽ കൊടുക്കും. അപ്പോൾ അപ്പുറത്തെ പോലീസുകാരൻ അവിടുത്തെ വണ്ടികൾ നിർത്തും. ഈ പുള്ളി അപ്പുറത്തെ സിഗ്നൽ കൊടുക്കും. അങ്ങനെ 4 പേര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. അതെ ഇവിടെ ട്രാഫിക് പോലീസ് ഒന്നുമല്ലോ. നൈസ്. എന്തോരം വണ്ടിയല്ലേ? ഇതാണ് മംഗളാപുരം. ഇതൊരു വണ്ടി നോക്ക്. ഏതത്? ഗ്ലോസ്റ്റർ MGയുടെ. അയ്യേ കേട്ടോ. ഇതമ്മ വേറൊന്നുമല്ല, ഞാൻ അവിടെ മുമ്പിൽ സർക്കിളിൻ്റെ അവിടെ നിൽക്കാറുന്നു. നിന്ന് മടുത്തു വരും. ഒരു 10-15 മിനിറ്റ് ആവും. അപ്പനും പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രോ ഉണ്ട്. പുള്ളി വരുമെന്നറിയില്ല. പുള്ളി വരാൻ ചാൻസ് ഇല്ല എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകാം അല്ലേ? അപ്പോൾ പുള്ളിയുടെ വീട് അവിടെ തന്നെയാണല്ലോ. ടോക്കൊട്ടു അങ്ങനെയല്ലേ? ജയരാജ ബലാൽ മോട്ടർ. എടാ തെണ്ടി നായിൻ്റെ മോനെ, ഇവനാണ് എന്നെ ചതിച്ചത്. ആ ബസ്സുകാരനാണ് ചതിച്ചത്, എന്നെ വിട്ടുകൊണ്ട് പോയത്. ഞാൻ ഇത്ര അനുഭവിക്കാൻ കാരണം ആ ബസ്സുകാരനാണ് ജയരാജ തെണ്ടി. അത് പോട്ട് പുല്ലിപ്പോട്ടറാ. എടാ പോടാ നീ, എടാ ഓടിക്കോടന്ന്. അപ്പോൾ അത് വിടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ കേട്ടോ. സത്യം പറയട്ടെ, എൻ്റെ മുഖം കാണില്ല അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈക്കുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് എൻ്റെ ബൈക്കിനോട് ഒരു ആദരവ് തോന്നണത്, ഒരു ബഹുമാനം തോന്നണത് ഇപ്പോഴാണ്. കാരണം 11 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് 7 മണിയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരിക്കണേ. അതായത് മണ്ണിൽ തുടങ്ങുന്നത്. ഫുൾ ടൈം വീൽസിലായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ബൈക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങോട്ടൊക്കെ മാംഗ്ലൂരൊക്കെ എത്തി സുഖമായിട്ട് ഒരു 5-6 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്ക് വീടെത്താം. പക്ഷേ ബസ്സിലാണെങ്കിൽ ഒട്ടും നടക്കില്ല കേട്ടോ, ഒട്ടും നടക്കില്ല. ഗൈസ് അങ്ങനെ 1/4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ എൻ്റെ തന്തപ്പൊലി എത്തിയിരിക്കുന്നു. എൻ്റെ ഫാദർ എത്തിയിരിക്കുന്നു. എൻ്റെ എന്തോരം സിറ്റി ബസ്സല്ല ഇവിടെ. കാരണം ചറപറ എന്ന് പറയേണ്ട ബസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ പ്രീമിയർ കോർണർ. അതെന്താ ബാക്കിയുള്ള കോർണറൊക്കെ വളഞ്ഞു പോയതാണോ?
അപ്പോൾ വണ്ടി പഞ്ചറായിരുന്നു ഒന്ന്. സോ അത് പഞ്ചറൊട്ടിച്ച് വരുമ്പോൾ ഇത്ര ലേറ്റായി അത്രേ. ഞാൻ കോൾ ചെയ്തായിരുന്നു, പുള്ളി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങ് താഴെ പോയി ബസ് സ്റ്റാൻഡിന് അവിടെ ഇരുന്നായിരുന്നേ. മംഗളൂർ കദ്രി സർക്കിൾ അറിയാവുന്നവർക്കറിയാം ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ലൊക്കേഷൻ കിടക്കുന്നത്. ഇവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ വണ്ടി വരുന്നു, കയറുന്നു, വീട്ടിൽ പോകുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഒന്നും കാണുന്നില്ല കഴിക്കാൻ. പുള്ളി എത്തിയിട്ടുണ്ട്. KA14 അതന്നെ. അയ്യോ അതല്ലേ, അത് തന്നെ. കിട്ടി അത് തന്നെ. അങ്ങനെ ഉടുപ്പി പോണോ കൂടി പോണോ അതോ വണ്ടി എങ്ങനെ പഞ്ചർ ഇവിടുത്തെ ഇട്ടിട്ടില്ല. ഇവിടെ ഫ്ലൈഓവറിന് താഴെ കിടക്കുന്നു. നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ കടന്നു പോയി. ഇവിടെ വിളിച്ചത് ഞാൻ അവിടെ തന്നെ ഞാൻ കാണണ്ട. ഞാൻ അവിടുന്ന് ബസ് കയറി ആ ബസ് മംഗളാപുരം അത് ശരിയാണ്. ഞാൻ മംഗളാപുരം കണ്ടപ്പോ ചാടിപ്പിടിച്ച് കയറി. മനസ്സിലായത് അതൊക്കെ മുട്ടയിടാൻ നിർത്തി വന്ന വണ്ടി. പിന്നെ ഒരു കാര്യം ಹಲೋ ಹೇಳಿ. ನಾಳೆ ಬರೋಣ ಅಂತಿದ್ದೀನಿ. ಬೆಂಗಳೂರಿದ್ದಾರಾ? ಹೌದಾ? ಓಕೆ ಹೇಳಿ. ತೊಂದರೆ ಇಲ್ಲ ಮುಂದಿನಾಗೋಣ. എന്നിട്ട് ജയറാജ് കുന്നവിടെ ഇവിടെ നിർത്തി, എന്തുട്ടാ കാർക്കളയിൽ നിർത്തി. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇറങ്ങിയിട്ട് തിരിച്ചു വെക്കുമ്പോൾ ബസ്സില്ല, വേറെ ബസ്സിന് കയറി പോകുന്നു. അപ്പോൾ തിരിച്ചു പോണ വഴി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതേ വണ്ടിയൊന്നും നിർത്തി വെച്ച് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. റോയൽ ഫുഡ് പാലസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പേര് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഡാബ സെറ്റപ്പാണ്. ഫുഡിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ മറ്റേ ഷവർമയും സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇല്ലേ സാധനം എങ്ങനെയായിരിക്കും എന്തോ. ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഉണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, കൊള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു.